കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവതയ്ക്ക് രേഖകൾ കൈമാറി. KV പ്രീതയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് കൈമാറിയത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, ഈ റിപ്പോർട്ട് കൈമാറാമെന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ സമരം അവസാനിപ്പിച്ചത്. ഇപ്പോൾ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു അല്ലേ? അത് കഴിഞ്ഞ 12 ദിവസങ്ങളായി നടത്തിവരുന്ന ഒരു തെരുവിലുണ്ടായിരുന്ന ഒരു സമരം, അതിന് ഒരു പരിസമാപ്തി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ സമരം ഫലം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണിക്കൂറുകൾക്ക് മുന്നേ ആയിരുന്നു, ഉച്ചയോടെയായിരുന്നു ഈ അതിജീവിത ഈ ഒരു ഉറപ്പ്, അതായത് കമ്മീഷണർ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയതോടുകൂടി ഈ സമരം അവസാനിപ്പിച്ചത്. ശേഷം മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഈ ഒരു റിപ്പോർട്ട് കൈമാറി എന്നുള്ള വിവരമാണ് അതിജീവിത അറിയിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ അതിജീവിതയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ആദ്യഘട്ടത്തിൽ ICU പീഡന കേസ് ഉണ്ടായിരുന്ന 2023 മാർച്ച് 18-ന് ഇത് ആദ്യ പരിശോധന നടത്തിയ വൈദ്യ പരിശോധന അടക്കം നടത്തിയ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള KV പ്രീതിക്കെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കൈമാറണമെന്നുള്ളതാണ്. അതിനായി നിരന്തരം സമരം ചെയ്തുകൊണ്ടിരുന്നു. നിരന്തരം അധികാരികളെയും IG-യും കമ്മീഷനും അടക്കമുള്ള ആൾക്കാരെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഒരു ഫലം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ സമരം നടത്തുകയും ഒരു IG-യുടെ വാക്കാലുള്ള ഉറപ്പിന്മേൽ ഈ സമരം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു ഫലപ്രാപ്തിയിലേക്ക് എത്താത്ത സാഹചര്യത്തിലാണ് രണ്ടാം ഘട്ടത്തിലും കഴിഞ്ഞ 6 ദിവസമായി കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ഈ പൊരി വെയിലത്ത് സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ അതിൽ അധികൃതർ ഇടപെടുകയും മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ശേഷം ഇന്ന് ഇതിലൊരു പരിസമാപ്തി ഉണ്ടാവുകയാണ്. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറിയിരിക്കുകയാണ്. ഇനി ഇതിൽ പ്രധാനമായും അതിജീവിത പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും നാളും അധികാരികൾ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറാതിരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ടാണോ എന്ന് അതിജീവിതയ്ക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം അതിൽ എന്തെങ്കിലും തരത്തിലുള്ള കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രതിയെയും ഈ ഡോക്ടർ KV പ്രീതയെയും സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് അതിജീവിത ഇപ്പോഴും പറയുന്നത്. അജിൻഷാദ്. ശരി മേഘ്ന.